ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ബുക്സ് ആൻഡ് ബ്രേക്സ്. ജൂൺ 13 എൻ്റെ ഫൈനൽ ഇയർ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓണം, വിഷു, പെരുന്നാൾ, പിള്ളേരുടെ എക്സാം എന്നൊക്കെ പറഞ്ഞിരുന്ന് ടൈം മുഴുവൻ തീർന്നു. ഇനിയും പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകും. ഞാൻ എങ്ങനെയാണ് എക്സാമിന് വേണ്ടി 1 മന്ത്, 1 വീക്ക്, 1 ഡേ എന്നിങ്ങനെ പ്ലാൻ തയ്യാറാക്കുന്നത് എന്ന് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. എല്ലാ പഠിക്കുന്ന അമ്മമാർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. മെയ് 1 ടു 31 വരെ നോട്ട്സ് ഉണ്ടാക്കാനും ക്ലാസ്സസ് കാണാനും ഒക്കെയുള്ള ടൈമാണ്. എനിക്ക് മോർണിംഗ് ഒരു 8 ടു 12 വരെയും ഈവനിങ് ഒരു 2:30 ടു 5:30 വരെയും പഠിക്കാനുള്ള ടൈം കിട്ടും. കുട്ടികളുടെ സ്കൂളിലും ക്ലാസ്സിലൊക്കെ പോകുന്ന ടൈമാണത്. ജൂൺ 1 ടു 12 വരെ റിവിഷനുള്ള ടൈമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. മെയ് 1 ടു 31 വരെ 32 ഡേയ്സ് ഉണ്ട്. എനിക്ക് 8 പേപ്പറാണുള്ളത്. അപ്പോൾ ഓരോ പേപ്പറിനും 4 ഡേയ്സ് വെച്ച് കിട്ടും. ഒരു ദിവസം 2 പേപ്പർ വെച്ച് നോക്കും. മോർണിംഗ് സ്റ്റഡി സെഷനിൽ ഒരു പേപ്പറും ഈവനിങ് സ്റ്റഡി സെഷനിൽ വേറെ ഒരു പേപ്പറും. പിന്നെ എനിക്ക് നൈറ്റ് കുറച്ച് ടൈം കിട്ടും. അപ്പോൾ ലൈറ്റായിട്ട് റിവിഷൻ ചെയ്യാം. അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ നോട്ട്സൊക്കെ ഒന്നുകൂടി വായിച്ച് നോക്കും, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. മെയ് 1 ടു 7, 8 ടു 15, 16 ടു 23, 24 ടു 31. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ 1 മന്തിനെ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും എത്ര പേപ്പേഴ്സ് ഉണ്ടോ, എത്ര ടൈമാണ് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനായിട്ട് കിട്ടുന്നതെന്നും എത്ര ദിവസമാണ് നിങ്ങൾക്ക് ഇനി എക്സാമിനുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ബ്ലോക്കുകളാക്കി തിരിച്ചിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ 1 മന്ത് പ്ലാൻ റെഡിയായി. ഇനി ഇതിൽ നിന്നും ഞാൻ 1 വീക്ക് പ്ലാൻ തയ്യാറാക്കും. അതായത് മെയ് 1 ടു 7 വരെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനാണ് ഇനി തയ്യാറാക്കാൻ പോകുന്നത്. മെയ് 1 ടു 7 വരെ താഴെ എഴുതി വയ്ക്കും. 2 ടേബിൾസ് ആക്കും. 8 ടു 12 ആൻഡ് 2:30 ടു 5:30. അപ്പോൾ 8 ടു 12 ഞാൻ ഏത് സബ്ജക്റ്റാണ് പഠിക്കാൻ ഉദ്ദേശിച്ചത് ആ സബ്ജക്ട്സിൻ്റെ ഓരോരോ ചാപ്റ്റേഴ്സായിട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് എഴുതി വയ്ക്കും. ഞാൻ ഓരോ ദിവസങ്ങളിലും ഓരോ ബ്ലോക്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2:30 ടു 5:30 സബ്ജക്റ്റിൻ്റെതും ചെയ്യും. ആഫ്റ്റർ പ്രിപ്പയറിംഗ് 1 വീക്ക് പ്ലാൻ ഞാൻ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കും. നെക്സ്റ്റ് ഏതൊക്കെ സബ്ജക്ട്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന്. മാത്രമല്ല ഞാൻ മെയ് 7 നൈറ്റ് ഈ 1 ടു 7 ഡേയ്സിലുള്ള എൻ്റെ സ്റ്റഡീസ് എങ്ങനെയായിരുന്നു എന്നൊന്ന് അനലൈസ് ചെയ്യുക കൂടി ചെയ്യും. എന്നിട്ട് എനിക്ക് ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വരുന്നത്, എവിടെയാണ് എനിക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അനലൈസ് ചെയ്യും. നമ്മൾ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്നതൊന്ന് അനലൈസ് ചെയ്യുന്നത്. അതിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സ് കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജേർണലിലൊന്ന് എഴുതി വയ്ക്കുന്നത്. ആസ് എ സ്റ്റുഡൻറ്റ് മോം പ്ലാനിങ്ങോട് കൂടി തന്നെ മുൻപോട്ട് കൊണ്ടുപോയാലേ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവാതെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും സ്റ്റഡീസും ഒക്കെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എല്ലാ ആസ്പിറൻറ്റ് മോംസിനും എൻ്റെ എല്ലാവിധ ആശംസകളും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡ്രീം ഗോളിലോട്ട് എത്തിപ്പെടട്ടെ എത്രയും പെട്ടെന്ന് തന്നെ. എൻ്റെ ഈ പ്ലാനിങ് വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ഐഡിയാസാണ് കിട്ടിയിട്ടുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഐഡിയാസൊക്കെ എനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.